ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് യൂണിവേഴ്സ് മെസ്സേജ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. 8 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 7 ഓഫ് വാൻഡ്സ്, എംപറർ, Two of Pentacles, സ്ട്രെങ്ത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 5 ഓഫ് സോർഡ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കാർഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാർഡ്സ് നോക്കിയതിന് ശേഷം പിന്നീട് കാർഡ്സ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സോ ഈ ഒരു കാർഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല കാര്യത്തിനും ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ എപ്പോഴും ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാത്തതുപോലെ മനസ്സിലാക്കുക. നമ്മളൊരു കാര്യം നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം സാധിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എഫേർട്ട് അവിടെ ആവശ്യമാണ്. ഓക്കെ, അതായത് ദൈവം പാതി മനുഷ്യൻ പാതി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളിവിടെ റിലേഷൻഷിപ്പിൻ്റെ ക്ലാരിറ്റി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം. നിങ്ങൾ എന്തോ എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്, കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് വരാനിരിക്കുന്ന അബൻഡൻസിന് നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ ഒരു ആക്ഷൻ എടുക്കുക. കാരണം നിങ്ങൾക്കതൊരു ബ്ലോക്കാണ്, അതൊരു ബ്ലോക്ക് എനർജിയാണ്. നിങ്ങൾക്ക് അബൻഡൻസ് വരുന്നത് തടയുന്ന ഒരു ബ്ലോക്കാണ് എന്നുള്ള രീതിയിലാണ് 8 ഓഫ് വാൻഡ്സിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലൈഫിൽ ചാലഞ്ചുകൾ ഇങ്ങനെ റിപ്പീറ്റ്ലി പരീക്ഷണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പാഠങ്ങൾ പഠിപ്പിക്കാനാണ്, അതുപോലെ ഒരു തീരുമാനം ഉറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ആളുകളായിരിക്കാം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോഴും ഏതൊരു കാര്യത്തിനും പെട്ടെന്ന് കൺഫ്യൂഷൻ വരികയും നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ചോയ്സ് എടുക്കാൻ പറ്റാത്ത ആളുകളായിരിക്കാം നിങ്ങൾ. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചാലഞ്ചുകൾ ഇങ്ങനെ ലൈഫിൽ എഗെയിൻ വന്നുകൊണ്ടിരിക്കും. അതായത് ഒബ്സ്റ്റക്കിൾസ് ആണ്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ പരീക്ഷണമാണ്. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനും നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് ഡിസിഷൻ എടുക്കാനും നിങ്ങൾ അങ്ങനെ സ്വയം നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടും പല കാര്യങ്ങൾ മെയിൻറ്റെയിനിങ് ആവാൻ വേണ്ടിയിട്ടുമുള്ള പരീക്ഷണമാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സ്വയം കൺട്രോൾ ചെയ്യാൻ, സ്വയം ഡിസിഷൻ എടുക്കാൻ, സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ, ഇതൊക്കെ നിങ്ങൾക്കൊരു പാഠമാണ്. ആ പാഠത്തെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദ എംപററിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളടുത്ത് സ്വയം നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പറയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകളെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പൊസസീവ്നെസ് അധികം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിൽക്കണം എപ്പോഴും. അതായത് നിങ്ങളുടെ ഭാഗത്ത് പൊസസീവ്നെസ് അധികമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല ആവേണ്ടത്. നിങ്ങൾ പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തായാലും ആരടുത്തായാലും നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യാൻ മീൻസ് ഒരു ഈക്വാലിറ്റി കൊടുക്കണം. അത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു ക്യാരക്ടർ ആയിരിക്കും ചിലപ്പോൾ അത്. സോ അങ്ങനെ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ അധികാരം മറ്റുള്ള ആളുകളിൽ നിന്നും കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് മറ്റുള്ള ആളുകളിൽ കൂടുതലും നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അധികാരം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, മീൻസ് അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്
അതിലൊരു ലിമിറ്റ് നിങ്ങൾ വെക്കുക. ബിക്കോസ് അത് നിങ്ങളുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പൊസസീവ്നെസ് കാണിക്കുന്നത് നിങ്ങൾക്ക് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. മീൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഇറിറ്റേഷൻ കൊടുത്തേക്കാം. സോ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് കാണുന്നുണ്ട്. 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ഷൻ എടുക്കാനുള്ളൊരു കാർഡാണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഉണ്ടാകാം. നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി സംടൈംസ് പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അതായത് ഒരു ദിവസം തന്നെ നിങ്ങൾ വെറുതെ വേസ്റ്റ് ആയി പോവുക, അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് വെറുതെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം കഴിഞ്ഞു പോയതുപോലെ ഒന്നും ചെയ്യാനുള്ളൊരു ടൈം കിട്ടാത്തതുപോലെ ഒരു ഫീലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്, ഡിസിഷൻ എടുക്കാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത് മാറ്റി വെക്കുക എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഫോണിൽ ആയിരിക്കാം ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വെറുതെ പുറത്തു പോയി ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. അതായത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ അതിന് പകരം നിങ്ങൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. സോ അങ്ങനെയുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിനൊരു പ്രിയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്ട്രെങ്ത്തിന്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഇന്നർ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആക്കി കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അത് എന്ത് കാര്യം വേണമെങ്കിലും ആകാം. നിങ്ങൾ ഫോക്കസ്ഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതിലൊരു സക്സസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാനാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് ആവുക, പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അപ്പം ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പല കാര്യങ്ങളിലേക്കും ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പറ്റുമോ പറ്റാതിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മനസ്സിലാക്കുക. നിങ്ങളൊരു കാര്യം ഫോക്കസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും. പക്ഷെ നിങ്ങൾ എന്താക്കണം, ആക്ഷൻ എടുക്കണം, പ്രോപ്പർ ഡിസിഷൻ എടുക്കണം. ഓക്കെ, ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വളരെയധികം ഇമോഷണലി ബാലൻസ്ഡ് ആവേണ്ട സമയമാണ്. മേ ബി നിങ്ങൾ ചിലപ്പം റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ടും ഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. സോ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി ബാലൻസ്ഡ് ആവുക. നിങ്ങൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അപ്പോൾ ഇമോഷൻസിനെ നിങ്ങൾ പരമാവധി കൺട്രോൾ ചെയ്യണം എന്നുള്ളത് കാണുന്നുണ്ട്. ഈ ഇമോഷൻസ് അധികമായി കഴിഞ്ഞാൽ ചക്രകളെ ബാധിക്കും, ചക്ര ബ്ലോക്കേജുകൾ ഉണ്ടാകും. സോ അത് കരിയറിനെ ബാധിക്കും, നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. 5 ഓഫ് സോർട്സിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, റിലേഷൻഷിപ്പിനെ ദുരുപയോഗം ചെയ്യുന്നത്, മീൻസ് ഒരു വാല്യൂ മനസ്സിലാക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ മൂവ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങളിപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ചീറ്റിംഗ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, മീൻസ് പാസ്റ്റിൽ ഇപ്പോഴും സ്ട്രക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ലൈഫിനെ ബാധിച്ചേക്കാം. അത് ഇമോഷണലി നിങ്ങൾക്ക് ബാലൻസ്ഡ് ആവാത്ത ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. സോ നിങ്ങളിവിടെ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ലോങ് ടേം ടൈമായിട്ട് നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലോങ് ടേം ടൈമായിട്ട് നിങ്ങളിങ്ങനെ ഹാർഡ് വർക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു റിസൾട്ട് കിട്ടും. പക്ഷെ ലേറ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് കാണുന്നുണ്ട്. 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ഹാർഡ് വർക്ക്, ലോങ് ടേം ടൈമായിട്ട് ഹാർഡ് വർക്ക് കൊടുക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് റിവാർഡ് കിട്ടും. പക്ഷെ ആ റിസൾട്ട് കുറച്ച് വൈകിയായിരിക്കും. ആ റിസൾട്ട് നിങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ പല സിറ്റുവേഷനിലൂടെയും കടന്നുപോയി സ്വയം മാനേജ് ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇനി നോക്കാം. 10 ഓഫ് കപ്സിന് എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാമിലീൻ്റെ കൂടെ സന്തോഷകരമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ്, ഫാമിലി മീൻസ് റിലേഷൻഷിപ്പിലൊരു ഫാമിലി പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സന്തോഷം കിട്ടും, സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങളുടെ ഫാമിലീൻ്റെ കൂടെ നിങ്ങൾക്ക് അത് സാധ്യമാകും. നിങ്ങൾക്കൊരു ഇന്നർ ഹാപ്പിനെസ്, അതായത് നിങ്ങൾക്കൊരു ഹീലിംഗ് പോലെ, മീൻസ് നിങ്ങൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നത്, ഇന്നർ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഫാമിലീൻ്റെ കൂടെ ഒന്നും ടൈം സ്പെൻഡ് ചെയ്യാത്ത ആളാണ്, ഈവൻ പാർട്ട്ണറിൻ്റെ കൂടെ ഒന്നും ടൈം സ്പെൻഡ് ചെയ്യാത്ത ആളാണെങ്കിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള സ്ട്രെസ്സ് റിലീസ് ആക്കാൻ അല്ലെങ്കിൽ ഹീലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്ന് കരുതി, ഇപ്പം സ്ട്രഗ്ലിംഗ് ആണ് എന്ന് കരുതി മാറി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ
നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ ഹാപ്പിനെസ് കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്. പിന്നെ അവിടെ ഒരു സെലിബ്രേഷനും കാണുന്നുണ്ട്. പേജ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ന്യൂസ്, മെസ്സേജ്, ഇൻഫർമേഷൻ കാത്തു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ എക്സൈറ്റ്മെന്റിലൂടെ നിൽക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ജോലി സംബന്ധിച്ചോ അല്ലെങ്കിൽ പാർട്ട്ണറുടെ കാര്യം, റിലേഷൻഷിപ്പ് സംബന്ധിച്ചോ ആയിരിക്കാം. മെസ്സേജോ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കത് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളത് ചിലപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. 5 ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങൾ ജോലി എടുക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോമ്പറ്റീഷൻ പോലെ, മത്സരം പോലെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അത് സിമ്പിളായിട്ട് കാണുക ആ ഒരു സിറ്റുവേഷനെ. ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും. പക്ഷേങ്കിൽ ഒരിക്കലും ടെൻഷൻ അടിക്കാതെ നിങ്ങൾ ആ സിറ്റുവേഷനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. വളരെ കൂളായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷനെ കാണുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈഗോ നിങ്ങൾക്ക് വന്നേക്കാം. ആ ഈഗോയെ നിങ്ങൾ മാനേജ് ചെയ്യുക. അതായത് ഈഗോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ ലൈഫിൽ കിട്ടത്തില്ല. മേ ബി ഈ കോമ്പറ്റീഷനിൽ നിങ്ങളാണ് വിജയമാവുന്നത്. മീൻസ് മത്സരം എന്തൊരു കാര്യത്തിൽ, ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലോ മത്സരം വരുന്നതെങ്കിൽ നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈഗോ വന്നേക്കാം. മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് ഈഗോ വന്നേക്കാം. പക്ഷേ ഈഗോ വേണ്ട കാര്യമില്ല. അത് ശ്രദ്ധിക്കുക. ഈഗോ വെക്കേണ്ട ഒരു കാര്യമില്ല. ഈഗോ മാറ്റേണ്ടതാണ്. പിന്നെ 4 ഓഫ് വാൺസ് ആണ് നമുക്ക് അവസാനമായിട്ട് കിട്ടിയത്. ഇതൊരു സെലിബ്രേഷന്റെ കാർഡാണ്. നിങ്ങൾക്ക് ഈ അടുത്ത് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വന്നേക്കാം. അതുപോലെ തന്നെ മാരേജിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എൻഗേജ്മെന്റ്, മാരേജ് പോലത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ അതിനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത്. പിന്നെ റിലേഷൻഷിപ്പിലെ റിയൂണിയനും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൂടെ ഹാപ്പി ആവാനുള്ള എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇത് അവസാനമായിട്ട് ഞാൻ നിങ്ങളുടെ എനർജി ആയിട്ട് എടുത്തതാണ്. 9 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ആൻസൈറ്റി, ഫിയർ, അതുപോലെ തന്നെ വറി ചെയ്യുക ഭയങ്കരമായിട്ടും. എന്തോ നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ, അതായത് മാനസികമായിട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് എന്തോ ഒരു വിഷമം കിടക്കുന്നത് പോലെയാണ് നിങ്ങളുടെ കറണ്ട് എനർജീനകത്ത് ഉള്ളത്. അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ് കാര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷാഡോ സെൽഫ് നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനൊരു ക്ലാരിറ്റി സ്വയം വരുത്തേണ്ടതാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ അതിനൊരു ക്ലാരിറ്റി കൊടുക്കുകയും നിങ്ങൾ അതിനെ ഹീൽ ചെയ്ത് കളയണം. മെഡിറ്റേഷൻ ചെയ്തോ അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് ചെയ്തോ, പ്രാണിക്കൊക്കെ ചെയ്താൽ പ്രാണായാമയൊക്കെ ചെയ്താൽ മതി ഹീലാവാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ യൂണിവേഴ്സിൽ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം, വിഷമങ്ങളെല്ലാം എഴുതിയിട്ട് അതിനെ കത്തിച്ച് കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഹീലാകും. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് സോഡിയാക് സൈൻ നോക്കാം. ക്യാൻസർ വന്നിട്ടുണ്ട്. ക്യാൻസറിനകത്ത് പുണർദം, പൂയം, ആയില്യം. സ്കോർപിയോ വന്നിട്ടുണ്ട്. വിശാഖം, അനിഴം, തൃക്കേട്ട. ടോറസ് വന്നിട്ടുണ്ട്. കാർത്തിക, രോഹിണി, മകീരം. വിർഗോ വന്നിട്ടുണ്ട്. ഉത്രം, അത്തം, ചിത്തിരിയാണ്. വിർഗോ എഗെയിൻ വന്നിട്ടുണ്ട്. ജമിനി വന്നിട്ടുണ്ട്. മകീരം, തിരുവാതിര, പുണർദം. ടോറസ് വന്നിട്ടുണ്ട്. കാർത്തിക, രോഹിണി, മകീരം. സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. മൂലം, പൂരാടം, ഉത്രാടമാണ്. ലിബ്ര വന്നിട്ടുണ്ട്. ചിത്തിര, ജ്യോതി, വിശാഖം. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അതൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.